ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ പദ്ധതിക്കും അതിന് ബദലായി അവതരിപ്പിച്ച റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിനും തിരിച്ചടിയായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പുതിയ നിലപാടുകൾ പുറത്തുവരുന്നു. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ ട്രെയിനുകൾ പായിക്കാൻ ലക്ഷ്യമിട്ടുള്ള പിണറായി സർക്കാരിന്റെ അതിവേഗ റെയിൽ സ്വപ്നങ്ങൾ പ്രായോഗികമല്ലെന്ന വിലയിരുത്തലിലാണ് കേന്ദ്രം. സംസ്ഥാനം നിർദ്ദേശിച്ച പ്രത്യേക പതാകകൾക്ക് പകരം നിലവിലുള്ള റെയിൽവേ ശൃംഖലയെ അടിമുടി നവീകരിച്ച് വേഗത വർദ്ധിപ്പിക്കുക എന്ന ബൃഹത്തായ കർമ്മ പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഇതോടെ കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന റെയിൽ പദ്ധതികളുടെ ഭാവി വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് ആയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപായി ഏതെങ്കിലും ഒരു അതിവേഗ റെയിൽ പദ്ധതിക്ക് കേന്ദ്രാനുമതി നേടിയെടുത്ത് വികസന നേട്ടമായി ഉയർത്തിക്കാട്ടാനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നീക്കം. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ വലിയ ജനകീയ പ്രതിഷേധങ്ങളും സാങ്കേതിക തടസ്സങ്ങളും ഉയർന്നതോടെയാണ് താരതമ്യേന എളുപ്പത്തിൽ അനുമതി ലഭിക്കുമെന്ന് കരുതിയ RRTS എന്ന ആശയത്തിന് സർക്കാർ മാറിയത്. ഇതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കേന്ദ്രത്തിന് കത്തയക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ സാമ്പത്തിക ബാധ്യതയും നിർമ്മാണത്തിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടി കേന്ദ്രം ഈ നിർദ്ദേശത്തോടും വിമുഖത പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. കേരളത്തിന്റെ ഭൂപ്രകൃതിയും ജനസാന്ദ്രതയും പരിഗണിക്കുമ്പോൾ പുതിയൊരു റെയിൽ പാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കുന്നത് വലിയ വെല്ലുവിളിയാണെന്ന് റെയിൽവേ മന്ത്രാലയം കരുതുന്നു. സംസ്ഥാനത്തിന്റെ വൻകിട പദ്ധതികളെ തള്ളിക്കളയുമ്പോഴും കേരളത്തിന്റെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണാൻ റെയിൽവേ മന്ത്രാലയം സ്വന്തം നിലയ്ക്ക് വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നിലവിലെ റെയിൽവേ പാതകൾ നവീകരിച്ച് ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ 160 മുതൽ 165 കിലോമീറ്റർ വരെയാക്കി ഉയർത്താനുള്ള 7 പ്രധാന പദ്ധതികളാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഷൊർണൂർ മംഗലാപുരം, കോയമ്പത്തൂർ ഷൊർണൂർ പാതകളിൽ 3ഉം 4ഉം വരികൾ നിർമ്മിക്കുന്നതിനും തിരുവനന്തപുരം കായംകുളം എറണാകുളം റൂട്ടുകൾ 3ആം പാത നിർമ്മിക്കുന്നതിനുമായുള്ള വിശദമായ പദ്ധതി റിപ്പോർട്ടിന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുമതി നൽകി കഴിഞ്ഞു. കൂടാതെ അത്യാധുനികമായ കവച് സുരക്ഷാ സംവിധാനങ്ങളും സിഗ്നലിംഗ് പരിഷ്കാരങ്ങളും നടപ്പിലാക്കുന്നതോടെ നിലവിലെ പാതകളിൽ തന്നെ അതിവേഗ യാത്ര സാധ്യമാകുമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിൽ മെട്രോമാൻ ശ്രീധരൻ മുന്നോട്ട് വെച്ച തിരുവനന്തപുരം കണ്ണൂർ അർദ്ധ അതിവേഗ പദ്ധതിക്ക് വലിയ പ്രസക്തി കൈവന്നിരിക്കുകയാണ്. നേരത്തെ ഈ പദ്ധതിയെയും ശ്രീധരൻ ഓഫീസ് തുറന്നതിനെയും സംസ്ഥാന മന്ത്രിമാർ രൂക്ഷമായി വിമർശിച്ചിരുന്നെങ്കിലും കേന്ദ്രാനുമതി ലഭിക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് ഇപ്പോൾ സർക്കാർ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീധരന്റെ പദ്ധതി കേന്ദ്രം പരിഗണിക്കുകയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കാനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം. തന്റെ പദ്ധതിക്കായി ശ്രീധരൻ നടത്തുന്ന ശ്രമങ്ങളെ റെയിൽവേ മന്ത്രാലയം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പാർലമെന്റിൽ എംപിമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകവേ റെയിൽവേ മന്ത്രി കൃത്യമായ ഉത്തരം നൽകിയില്ലെങ്കിലും ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ പരിശോധിക്കപ്പെടുന്നുണ്ടെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് കൃത്യമായ ചില നിബന്ധനകളുണ്ട്. റെയിൽവേ പദ്ധതിയിൽ സ്റ്റാൻഡേർഡ് ഗേജിന് പകരം ബ്രോഡ് ഗേജിൽ ആയിരിക്കണമെന്നും അവ നിലവിലുള്ള റെയിൽ ശൃംഖലകളുമായി ബന്ധിപ്പിക്കാൻ സാധ്യത ഉള്ളവ ആയിരിക്കണമെന്നും കേന്ദ്രത്തിന്റെ പ്രധാന ആവശ്യമാണ്. ഇതിനർത്ഥം നിലവിലെ DPR-ൽ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്നാണ്. എന്നാൽ സ്റ്റാൻഡേർഡ് ഗേജിലുള്ള സ്വതന്ത്ര പാതയാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും മാറ്റങ്ങളെ കുറിച്ച് പുതിയ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നും KRail MD V അജിത് കുമാർ വ്യക്തമാക്കിയതോടെ സിൽവർ ലൈൻ പദ്ധതി ഒരു അടഞ്ഞ അധ്യായമായി മാറുകയാണ്. കേരളം സ്വന്തം നിലയ്ക്ക് പ്രത്യേക പാത വേണമെന്ന് വാശി പിടിക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ വിശാലമായ ബ്രോഡ് ഗേജ് ശൃംഖലയുടെ ഭാഗമായി നിന്നുകൊണ്ട് വികസനം കൊണ്ടുവരാനാണ് കേന്ദ്രം താല്പര്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതിവേഗ റെയിൽവേ ഒരു പ്രധാന ചർച്ചാ വിഷയമായി തുടരുമ്പോഴും സാങ്കേതികവും സാമ്പത്തികവുമായ കാരണങ്ങളാൽ സംസ്ഥാനത്തിന്റെ തനത് പദ്ധതികൾക്ക് പച്ചക്കൊടി ലഭിക്കാൻ സാധ്യത കുറവാണ്. വൻതോതിൽ കടമെടുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കുമെന്ന ആശങ്കയും കേന്ദ്രത്തിനുണ്ട്. എങ്കിലും ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള പുതിയൊരു പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയാൽ അത് കേരളത്തിന് വലിയൊരു ആശ്വാസമാകും. നിലവിലെ സാഹചര്യത്തിൽ റെയിൽവേ മന്ത്രാലയം നേരിട്ട് നടപ്പിലാക്കുന്ന പാത ഇരട്ടിപ്പിക്കലും നവീകരണമാണ് കേരളത്തിലെ യാത്രകൾക്ക് ഉടനടി പ്രയോജനം ലഭിക്കാവുന്ന ഏക മാർഗം. വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നീങ്ങിയാൽ മാത്രമേ കേരളത്തിന്റെ റെയിൽ സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യമാകൂ എന്ന വിലയിരുത്തലിലാണ് വിദഗ്ധർ.